ഹായ് ഗഡീസ്, ഡാക് ഡി എപ്പിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വീഡിയോ ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും, നമ്മുടെ തൃശ്ശൂരത്തെ ബോൺനതാലെ. അപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം ഗംഭീര പരിപാടികളാണ് ഒരുക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിന് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗഡീസ്, നമ്മൾ ബോൺനതാല കാണാനായിട്ട് തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കണ്ട. ഗഡീസ് പറഞ്ഞ വഴിക്കൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. മറ്റേ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതേമാതിരി ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മറ്റേ വടക്കേ സ്റ്റാൻഡിൻ്റെ പരിസരത്തുണ്ടാ. അപ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇതിലേ വന്ന് ഏറ്റവും തിരക്കുറവുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ നിന്നിട്ടാ. എല്ലാ റൗണ്ട് ചുറ്റും നടന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നടപടി ആവുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും തിരക്ക് കുറവുള്ള സ്ഥലം നോക്കി പിടിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ മൊത്തം റൗണ്ട് അടിക്കില്ല. അപ്പോൾ എവിടെ നിന്നാലും നമുക്ക് ഫുള്ള് പരിപാടി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗഡീസ് അനൗൺസ്മെൻറ്റും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പാട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം നല്ല ഒച്ചപ്പാടും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കാണ് നമുക്ക് ഇങ്ങനെ പറയാനുള്ളൊരു അവസരം. അപ്പോൾ ഇനി നമുക്ക് ഫുള്ള് കാര്യങ്ങളൊന്നും ഇല്ല, ബോൺനതാലയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ഒരേ താളത്തോടെ, ഒരേ ആവേശത്തോടെ, ആഘോഷത്തോടെ, ആരവത്തോടെ ഈ സ്വരാജ് റൗണ്ടിൽ അവർ ഡാൻസ് ചെയ്യുമ്പോൾ അതിനെ ഒട്ടും തന്നെ ആവേശം ചോരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആഘോഷത്തിന്റെ. 2013 ആരംഭിച്ച ബോൺനതാലെ കൂട്ടമായിട്ട് പുറത്തിറങ്ങുമ്പോ അതൊരു മറ്റൊരു ദൃശ്യ വിസ്മയമായി എന്നുള്ളത് പറയാതെ വയ്യ. തീർച്ചയായിട്ടും ക്രിസ്മസ് നാഥം നമ്മളിലേക്ക് എത്തുന്നതാണ് നമുക്ക് മുമ്പിൽ കടന്നുപോയിട്ടുള്ളത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെ ആവരണം ചെയ്യുന്ന ഈ ഒരു ആഘോഷത്തിന്റെ കാഴ്ചയുടെ നെറുകയിൽ ആഘോഷത്തിന്റെ ചരിത്ര താളികൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ ചലിക്കുന്ന പുൽക്കൂട് മൂവിംഗ് ക്രേപ്പ് ഇതാ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും 10 ഫ്ലോട്ടുകൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കാനുണ്ട്. ഡാൻസിംഗ് പാപ്പമാർ 107 രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി ബോൺനതാലെ മാറ്റൊലിയോടെ തൃശൂർ പേരുണരുകയായി. കൊട്ടും പാട്ടും കുഴൽ വിളിയോടെ ആനന്ദത്തിൻ ആർപ്പുകളോടെ സാന്തക്ലോസിൻ നിരനിരയോടെ ആട്ടമാടി പാടി തകർക്കാം.
മഴയായി മനതാരിൽ പെയ്തിറങ്ങാൻ പാവങ്ങൾക്ക് ആശ്വാസം രോഗികൾ കാലംബം വരവായി കൊന്നത്താലേ സോദര സ്നേഹത്തിൻ പൊൻവസന്തൻ പാരാകെ പകർന്നു. ഓരോ വർഷവും ഏകദേശം 1 കോടിയിലധികം വരുന്ന രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഭവനരഹിതർക്ക് ഭവനങ്ങൾ, രോഗികൾക്ക് രാജവീതി ചെറുതായി വരുന്നതായി കാണുന്നു. ദയവ് ചെയ്ത് അവർക്കായി വഴിയൊരുക്കണം. വലിയ ഫ്ലോട്ടുകൾ കടന്നു വരാനുണ്ട്, അതുപോലെ ഡാൻസേഴ്സും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം സമയം സ്ഥലവും അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. കഥകളി എന്നുള്ളത് തീർച്ചയായിട്ടും കഥകളിയുടെ ഈറ്റില്ലമായിട്ട് കൊട്ടാരക്കരയെ നമ്മൾ ഇന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട്, ചരിത്ര രേഖയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് തൃശ്ശൂർ പേരുടെ ആഘോഷ പെരുമയിൽ ഏറ്റവും മികവുറ്റ മുഖമായിട്ട് മാറുന്നതും ഈ ഒരു പ്ലോട്ടുകളിലൊന്ന് കഥകളിയാണ് എന്നുള്ളതാണ്. അങ്ങനെ കേരളക്കരയെ ഒന്നാക്കിയ തനത് കലാരൂപങ്ങളുടെ ഏറ്റവും ഇറ്റില്ലമായ കൊട്ടാരക്കരയിൽ നിന്ന് ഇന്ന് തൃശ്ശൂർ പേരൂരിന്റെ സ്വരാജ് റൗണ്ടിൽ എത്തി നിൽക്കുമ്പോൾ അത് ബോൺ നത്താലി 2K24ന്റെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഏറ്റവും വിസ്മയ രാവൊരുക്കുന്ന ദിവസത്തിൽ ഏറ്റവും പ്രധാന മുഖമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഏകദേശം സംഘാടന സമിതി ഒരുക്കുന്ന അണിനിരക്കുമ്പോൾ അത് മറ്റൊരു വിസ്മയമാകുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ജില്ലാ ഹോസ്പിറ്റൽ മുമ്പിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കഥകളി രൂപത്തോടു കൂടിയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോട്ട് എന്നുള്ളത്. അങ്ങനെ നാനാജാതി മതസ്ഥർക്കൊപ്പം തന്നെ ഏറ്റവും കലയുടെ സമസ്ത മേഖലകളിലും നമ്മൾ കണ്ട തൃശ്ശൂർ പേരൂരിനെ എല്ലാ രീതിയിലും സാംസ്കാരിക തലസ്ഥാന നഗരിയാണെന്ന് കൂട്ടിയുറപ്പിക്കും വിധം ബോൺ നത്താല 2K24ലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനിയെന്നും മണ്ണിൽ ആഘോഷത്തിരമറിയുന്നേ എല്ലാരും കൈക്കൊള്ളുന്നു ക്രിസ്മസ് ചങ്കൊന്നും ചൊല്ലിടുന്നു ഇനി കണ്ണീരില്ല കഥനങ്ങൾ അടുത്തൊരു ഡാൻസ് എപ്പോഴാണ് എന്നുള്ളതാണ് അല്ലെ. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടുകളൊക്കെ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ഡാൻസ് പെർഫോമൻസിനായിട്ട് ഡാൻസിങ് പാപ്പാസ് റെഡിയാണ്. സോ പാപ്പാസ് റെഡി? Are you ready? Yes. The music please. നിലയുറപ്പിച്ചാൽ ഈ ദൃശ്യവിരുന്ന് ഇനിയും 1 മണിക്കൂറിലധികം സമയം സ്വരാജ് റൗണ്ടിൽ നിന്ന് തന്നെ കാണുന്നുള്ള അവസരമുണ്ടെന്ന കാര്യം ഏറെ സ്നേഹത്തോടെ
ആത്മാർത്ഥതയോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. മുന്നിലായിട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു സമയം കൊല്ലത്തിൽ നിന്ന് വന്ന സുജിത്തിനൊപ്പം വന്ന അശ്വതി ആൻഡ് ശ്രുതി രണ്ടുപേരെ മിസ്സിംഗ് ആയിട്ടുള്ള വിവരം മൈ പോയിന്റിൽ അറിയിച്ചിട്ടുണ്ട്. സോ രണ്ടുപേരെയും കാത്ത് അശ്വതിയെ ശ്രുതിയെ കാത്ത് പരിസരങ്ങളിലേക്കോ മിനി ടൂറിസ്റ്റോ പരിസരങ്ങളിലേക്കോ എത്തിച്ചേർന്ന ആ ദൃശ്യവിസ്മയം ഇനിയും കാണാനുള്ള അവസരം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപത CLCയുടെ നേതൃത്വത്തിൽ അതിനോട് സഹകരിക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. ഓണത്താലയോടനുബന്ധിച്ച് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ അവശേഷിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ, കടലാസ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിക്കാൻ CLC സജീവമായിട്ട് രംഗത്തുണ്ട്. അവരോട് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നായി 15,000-ഓളം വരുന്ന ഡാൻസിംഗ് പാപ്പന്മാരും വിവിധ ഇടവകകളിൽ നിന്നും തൃശ്ശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ 21ഓളം ഫ്ലോട്ടുകളുമാണ് ഇന്ന് ഈ ബോണതാലയുടെ ദൃശ്യവിസ്മയത്തിൽ അണിചേർന്നത്. ഇതാ നിങ്ങളുടെ ഡാൻസിംഗ് പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള ഒരു പാട്ട് ഇപ്പോൾ പ്ലേ ചെയ്യുന്നതാണ്. രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി ഒന്നത്താലെ മാറ്റൊലിയോടെ
അപ്പോൾ അങ്ങനെ ഗഡീസ് ബോണതലയുടെ ഏറ്റവും അവസാനത്തെ ഇടവകാലത്തും പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും അവസാനത്തെ പരിപാടിയും കഴിഞ്ഞങ്ങനെ നടക്കണം ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഗഡീസ് ഇതൊക്കെയാണ് നമ്മുടെ ബോണതല 2024 കാഴ്ചകളായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പൊളി വൈബായിരുന്നു. ഈ 2014 നമ്മുടെ ബോണതല ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടത് കേട്ടോ. 14,000 ചിലാൻ എത്രയെങ്ങാണ്ട് പാപ്പന്മാരെ വെച്ചിട്ടെങ്ങാണ്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഉണ്ടെന്നാണ് പറയുന്നത്. 107 ഇടവകകളാണ് നമുക്ക് ഇപ്രാവശ്യം പങ്കെടുത്തത് കേട്ടോ ബോണതലയിൽ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ വേൾഡ് റെക്കോർഡ് തന്നെ വീണ്ടും തിരുത്തോ എന്ന് നമുക്ക് കണ്ടറിയണം. എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നു. മിസ്സാക്കിയിരുന്നെങ്കിൽ അത് വൻ നഷ്ടമായി പോയേനെ. ഇതിൻ്റെ സംഘാടകർക്ക് എന്തായാലും ഒരു നിറഞ്ഞ കൈയ്യടി കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത്ര ആൾക്കാരെ ഏകോപിപ്പിച്ച്, ഇത്ര ഇടവക്കാരെ പങ്കെടുപ്പിച്ച് ഇത്രയും വലിയൊരു പരിപാടി നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും വേൾഡിലില്ലാത്ത പോലത്തെ ഒരു ക്രിസ്മസ് ആഘോഷം നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതും നമ്മുടെ തൃശ്ശൂർ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി മതഭേദമന്യേ എല്ലാവരും കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തണം. എല്ലാവരും സഹകരിച്ചിട്ടാണ് ഈ പരിപാടി നടത്തണം. അതും നമ്മുടെ ഒരു പവറാണത്. എന്തൊക്കെയായാലും പരിപാടി പൊളിച്ചു ഞെരിച്ചു. ഇനി അടുത്ത വർഷത്തേക്കായിട്ടുള്ള വലിയൊരു കാത്തിരിപ്പ്. അപ്പോൾ ഗഡീസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ അടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊട്ടിക്കിട്ട ഗഡീസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.